വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം. വൈദ്യുതി പ്രവാഹം ഉളവാക്കുന്ന മറ്റൊരു ഫലമാണ് താപം. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെയും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയും കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കിയാലോ? ഒരു സർക്യൂട്ടിന്റെ ചിത്രം നോക്കൂ. ഈ സർക്യൂട്ടിലെ എ, ബി എന്നീ 2 ബീക്കറുകളിലും 100 മില്ലി വീതം ജലമുണ്ട്. ബീക്കർ എയിലെ PQ നിക്രോം കമ്പിയാണ്. ബീക്കർ ബിയിലെ RS കോപ്പർ കമ്പിയും. 2 ബീക്കറിലും ഓരോ തെർമോമീറ്റർ വീതമുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുന്നു. 3-4 മിനിറ്റുകൾക്ക് ശേഷം 2 ബീക്കറുകളിലെയും ജലത്തിന്റെ താപനില അളന്നാൽ നിക്രോം കമ്പിയുള്ള ബീക്കറിലെ ജലം കൂടുതൽ ചൂടായതായി കാണാം. അതായത് RS എന്ന കോപ്പർ കമ്പി ചൂടായതിനേക്കാൾ കൂടുതൽ PQ എന്ന നിക്രോം കമ്പി ചൂടായി, അല്ലേ? 2 കമ്പിയിലൂടെയും ഒരേ കറണ്ടാണ് പ്രവഹിച്ചത്. വ്യത്യസ്ത പ്രതിരോധമുള്ള ചാലകങ്ങളിൽ കൂടി ഒരേ കറണ്ട് പ്രവഹിച്ചാൽ പ്രതിരോധം കൂടിയ ചാലകം കൂടുതൽ ചൂടാകും. അതായത് വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പ്രതിരോധം. H അനുപാതം R എന്ന് സൂചിപ്പിക്കാം. ഇനി 2 ബീക്കറിലും 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 100 മില്ലി വീതം ജലമൊഴിക്കാം. ഇത്തവണ കറണ്ട് 2 ആംപിയർ ആകുന്നു. ഇനി 3 മിനിറ്റ് തന്നെ സർക്യൂട്ട് ഓണാക്കി വയ്ക്കാം. ഇതാ, നിക്രോം കമ്പിയുള്ള ബീക്കറിലെ ജലം നേരത്തെ 3 മിനിറ്റ് കൊണ്ട് 36 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ 30 ഡിഗ്രിയിൽ നിന്ന് 40 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നിരിക്കുന്നു. അതായത് സർക്യൂട്ടിൽ കറണ്ടിന്റെ തീവ്രത കൂടിയപ്പോൾ താപവും കൂടി, അല്ലേ? അപ്പോൾ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന താപത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് കറണ്ട്, I. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അഥവാ കറണ്ടിന്റെ വർഗത്തിന് ആനുപാതികമായിരിക്കും ഉളവാകുന്ന താപം. ഇതിനെ H അനുപാതം I² എന്ന് സൂചിപ്പിക്കാം. ഇനി ഇതേ സർക്യൂട്ടിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുന്ന സമയം കൂട്ടുമ്പോഴോ? ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞുള്ള റീഡിംഗ് നോക്കാം. നിക്രോം ഉള്ള ബീക്കറിലെ ജലത്തിന്റെ താപനില 44 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നു, അല്ലേ? കോപ്പർ കമ്പിയുള്ള ബീക്കറിലോ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. വൈദ്യുതി പ്രവഹിക്കുന്ന സമയം കൂടുമ്പോൾ താപനിലയും കൂടിയെന്നല്ലേ ഇത് തെളിയിക്കുന്നത്? അതായത് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് സമയം അഥവാ H അനുപാതം T. ഈ ആശയങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച നിയമമാണ് ജൂൾ നിയമം എന്നറിയപ്പെടുന്നത്. ജൂൾ നിയമം അനുസരിച്ച് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അതായത് H സമം I²RT. ഇവിടെ I എന്നത് ആംപെയർ യൂണിറ്റിലുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയാണ്. R ഓം യൂണിറ്റിലുള്ള പ്രതിരോധവും T സെക്കൻഡിലുള്ള സമയവുമാണ്. ഈ സമവാക്യം ഉപയോഗിച്ച് മറ്റു ചില ബന്ധങ്ങളും നമുക്ക് രൂപീകരിക്കാം. ഓം നിയമം അനുസരിച്ച് വോൾട്ട് എന്നാൽ ആംപെയർ ഗുണം പ്രതിരോധം ആണല്ലോ. അതായത് V സമം I ഗുണം R. അങ്ങനെയെങ്കിൽ R സമം V ഭാഗം I സമം V ഭാഗം R. H സമം I²RT എന്ന സമവാക്യത്തിൽ Iക്കു പകരം V ഭാഗം R നൽകുമ്പോൾ H സമം V ഭാഗം R ഗുണം V ഭാഗം R ഗുണം RT.
സമം വി സ്ക്വയർഡ് ആർ ടി ഭാഗം ആർ സ്ക്വയർഡ്. H സമം വി സ്ക്വയർഡ് ടി ഭാഗം ആർ. ഒരു സർക്യൂട്ടിലെ കറണ്ടിന്റെ അളവ് ഇരട്ടിയാക്കിയാലോ? അപ്പോൾ സമവാക്യമനുസരിച്ച് H സമം 2I ഓൾ സ്ക്വയർഡ് ഗുണം ആർ ടി സമം 4I സ്ക്വയർഡ് ആർ ടി. അതായത് കറണ്ട് ഇരട്ടിയാക്കിയാൽ താപം 4 മടങ്ങാകും. അതുപോലെ സർക്യൂട്ടിലെ പ്രതിരോധം ഇരട്ടിയാക്കി നോക്കാം. അപ്പോൾ H സമം I സ്ക്വയർഡ് ആർ ടി ഭാഗം 2. അപ്പോൾ പ്രതിരോധം ഇരട്ടിച്ചാൽ താപം പകുതിയാകും. വൈദ്യുതി പ്രവാഹത്തിന്റെ താപഫലത്തെ ഉപയോഗപ്പെടുത്തുന്ന പലതരം ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇലക്ട്രിക് ഹീറ്റർ, സോൾഡറിംഗ് അയൺ, വാട്ടർ ഹീറ്റർ തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. ഇവയിലെല്ലാം താപം ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം ഉപയോഗിച്ചാണ്. നിക്കൽ, ക്രോമിയം, അയൺ, മാംഗനീസ് എന്നീ ലോഹങ്ങളുടെ സങ്കരമാണ് നിക്രോം. നിക്രോമിന് പല മേന്മകളുണ്ട്. അതിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി അഥവാ പ്രതിരോധശേഷിയുണ്ട്. ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് അഥവാ ദ്രവണാങ്കമുണ്ട്. ചുട്ടുപഴുത്ത അവസ്ഥയിൽ വായുവുമായി സമ്പർക്കത്തിൽ വന്നാലും ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാൻ കഴിവുണ്ട്.